الله من همزات الشياطين وأعوذ بالله أن يحضرون. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك. فلك الحمد حتى ترضى. اللهم صل على سيدنا وحبيبنا محمد صلى الله عليه وعلى آله وصحابته وعترته وأزواجه الطاهرات أمهاتنا أمهات المؤمنين، ورضوان الله عن كل صائر صحابة رسولك أجمعين. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة، ولكم فيها ما تشتهي أنفسكم، ولكم فيها ما تدعون. نزلا من غفور رحيم. بارك الله لي ولكم في القرآن العظيم، ونفعني وإياكم بما فيه من الآيات والذكر الحكيم، وعصمني وإياكم برحمته من الشيطان الرجيم. വളരെ സ്നേഹം നിറഞ്ഞ വഞ്ചിത മഹത്തുക്കളെ, അതിനാൽ മുഖാം റൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ദീനി പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. 5ാമത്തെ ദിവസമായി. അതെ, 5ാമത്തെ ദിവസമാണ്. മഹാനായ സയ്യിദ് പാണക്കാട് ഹുനവർലി ശിഹാബ് ജൻ അവർ ഉദ്ഘാടനം ചെയ്ത് ഒട്ടുവളരെ സയ്യിദന്മാരും ഉസ്താദന്മാരുമൊക്കെ ഓരോരോ ദിവസങ്ങളിൽ ഇവിടെ സംബന്ധിച്ച് ഈ പരിപാടി ധന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അഭിനന്ദരായ സയ്യിദ് മുഹമ്മദ് സഫ്വാൻ തങ്ങൾ അവറുകൾ ഈ പരിപാടിയുടെ അവസാനം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാനിവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ വരുന്ന സമയത്തേക്ക് നമ്മുടെ പരിപാടി ചർച്ച അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ റമീസിനെ പോലെയുള്ള സുഹൃത്തുക്കളൊക്കെ നിരന്തരമായ അവരുടെയൊക്കെ പരിശ്രമം കൊണ്ടാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഒരുമിച്ച് ചേരാൻ അവസരമുണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രദേശം കാഞ്ഞങ്ങാടിൻ്റെ ഹൃദയഭാഗം എന്ന് തന്നെ പറയാവുന്ന പ്രദേശമാണിപ്പോൾ. അതിനാലും നമ്മുടെ മാണിക്കോത്തും ചിത്താരി പരിസര പ്രദേശങ്ങൾ ആറങ്ങാടിയൊക്കെ
ഇവിടങ്ങളിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും നന്നായി കഴിഞ്ഞാൽ, സ്വാലിഹീങ്ങളായി കഴിഞ്ഞാൽ, ഇവിടെയുള്ള ചെറുപ്പക്കാർ അല്ലാഹുവിനെ ഭയപ്പെടുന്ന നല്ല ചെറുപ്പക്കാരായി മാറിക്കഴിഞ്ഞാൽ ഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, അല്ലാഹുവിൻ്റെ ഭൂമിയിൽ നിന്നും ആകാശത്തു നിന്നും അവൻ്റെ റഹ്മത്തുകൾ ഇറങ്ങി വരുന്നത് നമുക്ക് തന്നെ കാണാൻ കഴിയും. മഹത്തുക്കളായ ആളുകളുടെ, മഹാനായ ഉമർ സമർക്കന്തി തങ്ങളെപ്പോലെയുള്ള അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ദൗത്യവുമായി ഇങ്ങോട്ട് കടന്നു വന്ന സാദാത്യങ്ങളുടെ സ്മരണകൾ പുതുക്കുന്ന സമയമാണ് സത്യത്തിൽ ഉറൂസ് പരിപാടികൾ. അവർ സമൂഹത്തിന് ചെയ്ത സേവനങ്ങൾ ഓർത്തെടുക്കാനും അവരാൽ ഒരു നാടിൻ്റെ പരിസരങ്ങളിൽ നടന്ന നവോത്ഥാനം എത്രയെന്ന് വളരെ ഉൾക്കാഴ്ചയോടുകൂടെ ഉപഗ്രഥനം ചെയ്യാനുമുള്ള ഒരവസരമാണ് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇത്തരം പരിപാടികളിലൂടെ ആത്മീയതയും ആധ്യാത്മികതയും അല്ലാഹുവിലേക്ക് അടുക്കുകയും എന്നല്ലാതെ അതിൻ്റെ മറവിലോ അതിൻ്റെ ചുവട് പിടിച്ചോ മനുഷ്യന്മാരുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ടോ അതിൻ്റെ പിന്നിൽ പൈശാചികമായ യാതൊന്നും ഒരിടത്തും നടക്കാൻ പാടില്ല. തീർച്ചയായും ഈ ആദിഞ്ഞാൽ പ്രദേശം മാതൃകയാവേണ്ട ഒരു പ്രദേശമാണ് ഇൻഷാ അല്ലാഹ്. അതിന് നമ്മുടെ ചെറുപ്പക്കാരികൾക്ക്, ഉമ്മമാർക്ക്, സഹോദരങ്ങൾക്കെല്ലാം, നമുക്കെല്ലാം അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. യാത്ര പിരിഞ്ഞ് പോവേണ്ട ഒരു ലോകത്താണ് നമ്മളുള്ളത്. ബാക്കിയുള്ളവരെ നോക്കി യാത്ര ചൊല്ലി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് और दम ले लो ऐ खनीचाओं से उठने वाले, और दम ले लो ऐ खनीचाओं से उठने वाले, हम भी चलते हैं जरा खुश्क पसीना हो जाए. നല്ല സുന്ദരമായ തണുപ്പിൽ നിന്നും എഴുന്നേറ്റ് പോകുന്ന മനുഷ്യ, और दम ले लो, ഒന്നുകൂടെ വിശ്രമിച്ചുകൂടെ എന്ന് കൂടെയുള്ളവർ പറയുന്ന ഒരു നേരമുണ്ട്. ഇപ്പൊ പോണോ, മോടെ കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് നാട്ടുകാർ ചോദിക്കുന്ന ഒരു നേരമുണ്ട്. और दम ले लो, അത്ര മനോഹരമായൊരു വീട് വെച്ചിട്ട് അധികമൊന്നും താമസിച്ചില്ലല്ലോ, ഇപ്പോഴേ മണ്ണറയിലേക്ക് പോകാനായോ, കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ പോരെ എന്ന് പരിസരങ്ങൾ വിളിച്ച് ചോദിക്കുന്ന ഒരു നേരമുണ്ട്. മക്കളെ യതീമുകളാക്കി കുട്ടിയുടെ പഠനം തീർന്നില്ല, കുട്ടി ഹൈസ്കൂളിൽ പോലും എത്തിയില്ലല്ലോ, കുഞ്ഞുങ്ങൾ പാർക്കമുച്ചാത്ത പ്രായത്താണല്ലോ, ഈ കുഞ്ഞുങ്ങളെ യതീമാക്കി പോവണോ എന്ന് ഭാര്യ ചോദിക്കുന്ന ഒരു നേരമുണ്ട്. അല്ലാഹുവേ, 60-70 വയസ്സുള്ള ഞാനും എൻ്റെ ഭർത്താവിനെയും ബാക്കിയാക്കി 18, 19, 17, 20 വയസ്സുള്ള എൻ്റെ മക്കൾ പോകാറായോ, അത്ര നേരത്തെ വേണ്ടിയിരുന്നോ എന്ന് ഉമ്മമാരും അപ്പമാരും ചോദിക്കുന്ന ഒരു നേരമാണ്. और दम ले लो ऐ खनीचाओं से उठने वाले, മനോഹരമായ തണുപ്പിൽ നിന്നും എഴുന്നേറ്റ് പോകുന്ന മനുഷ്യ, ഒന്നുകൂടെ വിശ്രമിച്ചുകൂടെ. हम भी चलते हैं, ഞങ്ങളും നിന്റെ കൂടെ വരാനിരിക്കുകയാണ്. जरा खुश्क पसीना हो जाए, जरा पसीना खुश्क हो जाए, വിയർപ്പൊന്ന് വച്ചിക്കോട്ടെ, ഞങ്ങളും കൂടെ വരുന്നുണ്ട്, ഞങ്ങളുടെ മുമ്പേ ഓടിപ്പോകണോ, ഞങ്ങളും നിന്റെ കൂടെ വരുന്നു എന്ന് ജീവിച്ചിരിക്കുന്നവർ മരിച്ചു പോകുന്നവരോട് പറഞ്ഞു തീർക്കുന്ന ഒരു യാത്രാമൊഴിയുണ്ട്. ആ മൊഴി നമുക്ക് എപ്പോഴാണ് വന്നെത്തുക എന്നറിയില്ല. അങ്ങനെ ഒരു മൊഴി വന്നെത്തിയപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബി ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷം മദീനയിലെ പള്ളിയിൽ ഒരിക്കലൂടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. തിരുനബിയുടെ മുഅദ്ദിൻ, ഇസ്ലാമിന് വേണ്ടി വാങ്ക് വിളിച്ച മഹാൻ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിന് തിരുനബിയുടെ വഫാത്തിന്റെ ശേഷം ജോർദാനിലേക്ക്, ഷാമിലേക്ക് താമസം മാറി. പിന്നീട് ഒരിക്കൽ വന്നിട്ട് ഒരിക്കലൂടെ ഒന്ന് വാങ്ക് വിളിക്കുമോ ബിലാലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ താഴെ കിടക്കുമ്പോൾ എങ്ങനെയാണ് അശ്ഹദു അന്ന മുഹമ്മദൻ എങ്ങനെ എനിക്കത് പറയാൻ കഴിയും? ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ കയ്യും കാലും പിടിച്ച് പറഞ്ഞു, ബിലാൽ എന്നവരെ ഒന്ന് വാങ്ക് വിളിക്കുമോ? മനോഹരമായ അങ്ങയുടെ വാങ്കൊന്ന് കേൾക്കാൻ കൊതിയുണ്ട്. നബിയുടെ കാലത്ത് കൊടുത്തിരുന്ന ആ വാങ്ക് എന്നോട് പറയേ മക്കളെ, എനിക്കത് സാധ്യമല്ല എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. മക്കൾ വിട്ടില്ല. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ ബിലാൽ എന്നവരെ, യാ അമ്മ, ഞങ്ങളുടെ സഹോദരങ്ങളുടെ ഞങ്ങളുടെ അമ്മാവാകുന്നു കൊടുക്കുമോ വാങ്ക്? ആ വാങ്ക് വിളിച്ച് ബോധരഹിതരായി അശ്ഹദു അന്ന മുഹമ്മദൻ എന്ന് പറഞ്ഞ വാക്ക്, അതിന്റെ ബാക്കി റസൂലുള്ളാഹ് എന്ന് പറയാൻ സാധ്യമാവാതെ തലകറങ്ങി വീണ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ പോകുമ്പോൾ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു ഒരു യാത്രാമൊഴി, വാഹുസ്നാ, ഞങ്ങളുടെ സങ്കടമേ, വാഹുസ്നാ ലിഫിറാഖിക യാ ബിലാൽ, ബിലാലേ നിങ്ങളുടെ ഈ യാത്രയത്തിൽ എന്തോ ഒരു സങ്കടമുണ്ട് ബിലാലേ എനിക്ക്. അങ്ങനെ ഭാര്യ പറഞ്ഞപ്പോഴാണ് മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു ഒരു മുഅ്മിനായ മനുഷ്യൻ കൊടുക്കുന്ന യാത്രാമൊഴി കൊടുത്തത്. വാ തുറബാ, വാ തുറബാ, ആനന്ദമേ, സന്തോഷമേ, ഗദൻ നൽഖൽ അഹിബ്ബ മുഹമ്മദൻ വഹിസ്ബഹ്, നാളെയാണല്ലോ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കാണാൻ പോകുന്നത്. ഗദൻ നൽഖൽ അഹിബ്ബ, ഇഷ്ടപ്പെട്ടവരെ, കൂട്ടുകാരെ കാണാൻ പോകുന്ന ദിവസമാണ്. എന്റെ മരണം കഴിഞ്ഞാൽ, എന്റെ മരണത്തോടുകൂടെ ഞാൻ കാണുന്നത് എന്റെ സതീർത്ഥരായ കൂട്ടുകാരെയാണ്. ആരാണവരെന്നറിയുമോ? മുഹമ്മദൻ വഹിസ്ബഹ്, അത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുയായികളുമല്ലേ. ഞാൻ എന്തിന് കരയണം? സങ്കടമേ എന്ന് ഭാര്യ വിളിച്ചു പറഞ്ഞപ്പോ ആനന്ദമേ എന്ന് പറഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞ നബിയുടെ മുഅദ്ദിനാണ് ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും, എങ്ങനെ പറഞ്ഞു? നാവ് കൊണ്ട് മാത്രമല്ല, കർമ്മങ്ങളെ കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്തകൾ കൊണ്ട്, എഴുതിവിടുന്ന വാക്കുകളെ കൊണ്ട്, പോസ്റ്റ് ചെയ്യുന്ന പോസ്റ്റുകളെ കൊണ്ട്, നിങ്ങൾ കൊടുത്തയക്കുന്ന ക്ലിപ്പുകളെ കൊണ്ടൊക്കെ അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പറയുകയും, എന്നിട്ട് ഇസ്ലാമിന്റെ നേർവഴിയിൽ ജീവിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് എന്ത് സംഭവിക്കും? ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് അരങ്ങൊഴിയുമ്പോൾ تتنزل عليهم الملائكة, അല്ലാഹുവിന്റെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരും, മലക്കുകൾ വരും. ആ മലക്കുകളെയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കണ്ടത്. ആരാണവർ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടി. ആ പേരക്കുട്ടിയോ മഹാനായ ഉമർ ഫാറൂഖ് തങ്ങൾ മദീന ചുറ്റുമ്പോഴാണ് ഒരു ഉമ്മ മോളോട് പാലിൽ വെള്ളം ചേർക്കണമെന്ന് പറഞ്ഞപ്പോ, ഉമ്മ അത് ഉമർ എന്നവർ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? മോളെ, ഉമർ എന്നവർ കാണില്ലല്ലോ. ഈ പാതിരാ നേരത്ത് ആര് കാണാൻ ഉമർ എവിടെ? ഉമ്മ വഅൈന റബ്ബു ഉമർ, ഉമർ എന്നവരുടെ റബ്ബില്ലേ, അല്ലാഹു കാണുന്നില്ലേ എന്ന് പറഞ്ഞപ്പോ ആ പെൺകുട്ടിയെ എന്റെ മകന് ഭാര്യയായി വേണമെന്ന് നിശ്ചയിച്ച് സ്വന്തം മകനെ കല്യാണം കഴിച്ചു കൊടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ആ പരമ്പരയിൽ ജനിച്ച പേരക്കുട്ടിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. പാലിൽ വെള്ളം ചേർക്കില്ല ഉമ്മ എന്ന് ഉമ്മയെ തിരുത്തി കൊടുത്ത കുട്ടിക്ക് ജനിച്ച കുട്ടിയാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവരെ, മരണം ആസന്നമായി നിൽക്കുമ്പോ ഞാനിവിടെ ചില ആളുകളെ
തഹ്സിബുഹും മലായികത്തുല്ലാഹ്, അവർ അല്ലാഹുവിന്റെ മലക്കുകളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നതെന്ന് പറഞ്ഞ് മാലാഖമാരെ കണ്ടു മരണപ്പെട്ട മഹാനാണ് മഹാനായ ഖലീഫ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മാലാഖമാർ വരും, തതനസ്സലു അലൈഹിമുൽ മലായിക. സത്യവിശ്വാസിയുടെ ആഗ്രഹം ഇതാണ്, മരിക്കുന്ന നേരത്ത് ഇങ്ങനെയൊന്ന് യാത്ര പറഞ്ഞു പോകാൻ കഴിയുമോ, ഇങ്ങനെ യാത്ര പറയാൻ കഴിയുമോ? ഇങ്ങനെ ലോകത്തോട് യാത്ര പറയുമ്പോ മാലാഖമാർ വരികയും അല്ലാ തഖാഫൂ, നിങ്ങൾ പേടിക്കേണ്ടതില്ല, വലാ തഹ്സനൂ, നിങ്ങൾ സങ്കടപ്പെടരുത്, വഅബ്ശിറൂ ബിൽ ജന്നഹ്, നിങ്ങൾ പോകുന്ന സ്വർഗ്ഗമിതാ, സ്വർഗ്ഗമിതാ എന്ന് പറഞ്ഞ് സ്വർഗ്ഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോരാൻ മാലാഖമാർ യാത്ര പറഞ്ഞു കൊണ്ടുപോകുന്ന സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ആരാണെന്നാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, എന്നെ പടച്ചത് അല്ലാഹുവാണെന്ന് പറഞ്ഞവർ, അതുമാത്രമല്ല എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ, അവർക്ക് മാലാഖമാർ സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു യാത്രാ മൊഴിയാണ് സത്യവിശ്വാസി കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു നമുക്കങ്ങനെ മാലാഖമാരെ കണ്ട് സ്വർഗം കണ്ട് ഹബീബിന്റെ തിരുമുഖം കണ്ട് യാത്ര പോകാനുള്ള ഒരവസരം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിനാണ് ഈ പരിശ്രമം. അങ്ങനെ ഒരു നേരത്തെ രക്ഷപ്പെടാനുള്ള ആഗ്രഹമാണ് ഈ സദസ്സിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ ഒരു നേരത്ത് മരിക്കുമ്പോൾ ആഖിബത്ത് നന്നാവണം, എന്റെ മരണം നന്നാവണം എന്ന ആഗ്രഹം കൊണ്ടാണ് അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറായത്. അങ്ങനെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ ചില ആളുകൾക്ക് ഇഷ്ടമാണ് റബ്ബിനെ, ചില ആളുകൾക്ക് ഇഷ്ടമാണ്, ചിലർക്ക് അല്ലാഹുവിനെയും ഇഷ്ടമാണ്. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹ്. ആർക്കെങ്കിലും അല്ലാഹുവിനെ കാണാൻ കൊതിയുണ്ടെങ്കിൽ അവരെ കാണാൻ അല്ലാഹുവിന് കൊതിയുണ്ട്. നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലാഹുവിനെ സംബന്ധിച്ച് എന്റെ റബ്ബിനെ കാണണം, മരിച്ച അല്ലാഹുവിനെ കാണാമല്ലോ, അങ്ങനെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടോ? എനിക്ക് എന്റെ റബ്ബിനെ കാണാൻ കൊതിയാവുന്നു എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? മരിക്കാൻ തോന്നുന്നു, റബ്ബേ എന്റെ റബ്ബിനെ കാണാൻ പോവില്ലേ? മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, ആരാണോ അല്ലാഹുവിനെ കാണാൻ കൊതിക്കുന്നത്, അഹബ്ബ അല്ലാഹു ലിഖാഅഹ്, അവരെ കാണാൻ അല്ലാഹുവിനും ഇഷ്ടമാണെന്ന് തിരുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ കാണാൻ കൊതിയുള്ളവരെ അല്ലാഹുവിനെ കാണാൻ കൊതിയാണത്രേ. നമുക്കങ്ങനെ കാണാൻ കൊതിയാവുന്നുണ്ടോ? അല്ലാഹുവിനെ കാണണം, അല്ലാഹുവിനെ കാണണോ എന്ന് പേടിയുണ്ടോ? രണ്ടാമൊന്ന് വേണം, ഒന്നുകിൽ പേടി വേണം, അല്ലെങ്കിൽ കൊതി വേണം. ഇത് രണ്ടും സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫ് അല്ലാഹു അവസാനിപ്പിക്കുന്നത്. സൂറത്തുൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫമൻ കാന യർജു فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. فمن كان يرجو لقاء ربه, ആർക്കാണോ തന്റെ പരിശുദ്ധനായ രക്ഷിതാവായ അല്ലാഹുവിനെ കാണണമെന്ന് കൊതിയുള്ളത്, ഒരർത്ഥമതാ യർജു, ആഗ്രഹിക്കുന്നു അല്ലാഹുവിനെ കാണാൻ. മറ്റൊരർത്ഥം, ആരാണോ അല്ലാഹുവിനെ കാണുമോ അല്ലാഹുവിനെ കാണണമല്ലോ എന്ന് പേടിക്കുന്നത്, യഖാഫു, ആരാണോ ഭയപ്പെടുന്നത് അല്ലാഹുവിനെ കാണണമല്ലോ, എന്റെ റബ്ബിന്റെ മുമ്പിൽ ഞാൻ വിസ്തരിക്കപ്പെടുമല്ലോ, അല്ലാഹുവിന്റെ കോടതിയിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തുമല്ലോ എന്ന് പേടിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, എന്റെ റബ്ബിനെ കാണണമെന്ന് കൊതിക്കുന്നവരുണ്ടെങ്കിൽ, എന്റെ റബ്ബിനെ ഞാൻ കാണേണ്ടി വരുമല്ലോ എന്ന് പേടിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫൽയഅമൽ അമലൻ സ്വാലിഹാ, സൽക്കർമ്മങ്ങളെ അവർ ചെയ്യാവൂ, സൽക്കർമ്മങ്ങളെ പറയാവൂ, സൽക്കർമ്മങ്ങളെ അവർ ചെയ്തു തീർക്കാവൂ, സൽക്കർമ്മങ്ങളെ അവർ ചിന്തിക്കാവൂ. ഫൽയഅമൽ അമലൻ സ്വാലിഹാ, എങ്ങനെ മനസ്സിലാവുക സൽക്കർമ്മമാണെന്ന്?
ഞാൻ ചെയ്യുന്ന പണി അല്ലാഹുവിന് ഇഷ്ടമാകുമോ? ഞാൻ ചെയ്യുന്ന ജോലി എൻ്റെ റബ്ബ് പൊരുത്തപ്പെടുമോ? ഞാൻ പറയുന്നത്, ഞാൻ എഴുതുന്നത്, ഞാൻ ആളുകളോട് സംവദിക്കുന്നത്, ആളുകളുമായി പെരുമാറുന്നത് എൻ്റെ റബ്ബിന് ഇഷ്ടമാകുമോ? ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ ചെയ്യുന്ന ഈ ജോലി എൻ്റെ റബ്ബിന് പൊരുത്തമാകുമോ? അല്ലാഹുവിന് ഇഷ്ടപ്പെടുമോ? ഇങ്ങനെ എപ്പോഴും ചിന്തിക്കുന്ന, അത് മനസ്സിലാക്കാൻ ഉലമാ പറയുന്നത്, ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കെ തൊട്ടരികെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. നബി തങ്ങൾ തൊട്ടടുത്തുണ്ട് എന്ന് സങ്കല്പിക്കുക. ഞാനൊരു പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ റസൂൽ എൻ്റെ അരികത്തിരിക്കുന്ന നബി ഇത് ചെയ്യാൻ അനുവദിക്കുന്നു. എൻ്റെ നബി ഞാനിത് ചെയ്യുന്നത് കണ്ടാൽ നബി ചിരിക്കുമോ? അതല്ല നബി തങ്ങൾ ദേഷ്യപ്പെടുമോ? എൻ്റെ നബി എൻ്റെ കൂടെയുണ്ടെങ്കിൽ എൻ്റെ ഹബീബിന് ഇത് പൊരുത്തമാകുമോ ഇല്ലയോ? ഇത് ചിന്തിച്ചാൽ ഖൈറും ശർറും മനസ്സിലാവും, തെറ്റും ശരിയും മനസ്സിലാവുന്നതാണ്. من كان يرجو لقاء ربه അല്ലാഹുവിനെ കാണണമെന്ന് പേടിക്കുന്നവർ, അല്ലാഹുവിനെ കാണേണ്ടി വരുമല്ലോ എന്ന് ഭയപ്പെടുന്നവർ, അല്ലാഹുവിനെ കാണാൻ കൊതിയൂറുന്നവർ, ഫൽയഅമൽ അമലൻ സാലിഹാ, അവർ സൽക്കർമ്മം ചെയ്തുകൊള്ളട്ടെ. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദാ, അല്ലാഹുവിനോട് ചെയ്യുന്ന ഈ ഇബാദത്തിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കാതെ. ഇത് ശിർക്കുൽ ഖഫീനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ്. ബഹുദൈവാരാധന എന്ന ശിർക്കല്ല ഈ ആയത്തിൽ ചർച്ച ചെയ്യുന്നത്. തഫ്സീർ എടുത്തു നോക്കിയാൽ മനസ്സിലാവും, ഈ ആയത്തിൽ അല്ലാഹു ശിർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞത് മറ്റാരും കാണാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരെങ്കിലും കൈയടിക്കാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരെങ്കിലും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ചെയ്യല്ലേ, മറ്റാരുടെയെങ്കിലും പ്രകീർത്തനങ്ങൾ കിട്ടാൻ, അവരുടെ പ്രശംസ കിട്ടാൻ ഇതൊന്നും ചെയ്യല്ലേ. നീ ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടി, നിന്റെ കർമ്മം അല്ലാഹുവിന് വേണ്ടി, നീ കല്യാണം കഴിച്ചത് അല്ലാഹുവിന്, നീ ജോലി ചെയ്യുന്നത് അല്ലാഹുവിന്, കോളേജിൽ പോകുന്നത് അല്ലാഹുവിന്, വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹുവിന്, ഉമ്മയും വാപ്പയും നോക്കുന്നത് അല്ലാഹുവിന്, വാഹനം ഓടിക്കുന്നത് അല്ലാഹുവിന്, എല്ലാം അല്ലാഹുവിന്. അങ്ങനെ നിങ്ങൾ ചെയ്തോ, എന്നാൽ ഈ റബ്ബിനെ കാണാനുള്ള കൊതി സാക്ഷാത്കരിക്കപ്പെടും. അല്ലാഹുവിനെ കാണണമല്ലോ എന്ന പേടി, ആ പേടി നിനക്കുണ്ടാവില്ല. പിന്നെ റബ്ബിനെ സ്വസ്ഥമായിട്ട് കാണാൻ പറ്റും. ചെയ്യേണ്ടത് ഇത്രയാണ്, ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ അല്ലാഹുവിന് വേണ്ടി ചെയ്യാം. നമുക്കൊക്കെ ചെയ്യാവുന്ന സംഗതിയാണ്. മനസ്സിന്റെ ഉള്ളിൽ ഒരു നിയ്യത്തെ പ്രശ്നമുള്ളൂ. അല്ലാഹു നമുക്കൊക്കെ നന്നാക്കി തരട്ടെ. എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുന്നുണ്ടാവും, പക്ഷേ അല്ലാഹു സ്വീകരിക്കുന്നുണ്ടോ നമുക്കറിയില്ല. നമ്മൾ വിശ്വാസിച്ചു, ഈ നിസ്കാരം അല്ലാഹു കബൂലാക്കിയിട്ടുണ്ടോ? നമ്മൾ നിസ്കരിച്ചു, അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞ് സമാധാനിക്കുക. എൻ്റെ റബ്ബിന് ഇത് വ്യക്തമായിട്ടുണ്ടോ? എൻ്റെ റബ്ബ് അത് കബൂലാക്കിയിട്ടുണ്ടോ? അറിയില്ല. ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുകയും ജീവിതത്തിലൂടെ കാണിക്കുകയും ചെയ്തവർ, എന്നെ പരിപാലിക്കുന്നത് അല്ലാഹുവാണ്, എന്നിട്ട് നേർവഴിയിൽ ജീവിക്കുകയും ചെയ്യുന്നവർ, നേർവഴിയിൽ ജീവിക്കാൻ തങ്ങളുടെ തലയിലേക്കും താടിരോമത്തിലേക്കും നോക്കിക്കൊണ്ട് അവിടുത്തെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയേ അങ്ങേക്ക് നര ബാധിച്ചുവല്ലോ, അത് പെട്ടെന്ന് വന്നുവല്ലോ നബിയേ. അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, വളരെ പെട്ടെന്ന് നര ബാധിച്ചുവല്ലോ നബിയേ, നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മുടിയെല്ലാം നരച്ചു പോയല്ലോ. എത്രയാണ്? 17ഓളം മുടികൾ നബിതങ്ങളുടെ തലയിലും താടിയിലുമായി 17ഓളം രോമങ്ങൾ വെളുത്തിരുന്നു എന്ന ഹദീസുകളിൽ ശമായിൽ കാണാൻ കഴിയും. ഹബീബിന്റെ ശരീരത്തിന്റെ വിവരണം വായിച്ചാൽ. പക്ഷേ അറബികൾക്ക് അന്ന് നര ബാധിക്കുന്നത് 70 വയസ്സാകുമ്പോഴാണ്, 75 ആകുമ്പോഴാണ്. നിബിധങ്ങൾക്ക് വളരെ പെട്ടെന്ന് നര ബാധിച്ചപ്പോ നിബിധങ്ങളോട് അവിടുത്തെ ഇഷ്ടപ്പെട്ട കൂട്ടുകാരൻ നിബിധങ്ങളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുകയാണ്, നബിയേ വല്ലാതെ നര ബാധിച്ചുവല്ലോ, വളരെ പെട്ടെന്ന് നര വന്നുവല്ലോ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദും സൂറത്ത് ഫുസ്സിലത്തും ആ സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരായ ഖുർആനിന്റെ സൂറകളും
തആല അൻഹുവിനോട് നിങ്ങളുടെ മറുപടി നരബാധിക്കാൻ കാരണം വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹൂദും അതിന്റെ സഹോദരിമാരായ സൂറത്തുകളുമാണ്. അപ്പോഴാണ് ഓടി വരുന്നത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, നബിയേ ഈ സൂറകളിൽ ഏത് വചനമാണ് അല്ലാഹുവിന്റെ വാക്കാണ് നബിയേ അങ്ങേ വല്ലാതെ പേടിപ്പിച്ചത്, അങ്ങ് വല്ലാതെ വിഷമിച്ചു പോയത്? ഖൗലുഹു തആല ഫസ്തഖിം കമാ ഉമിർത് ഫസ്തഖിം കമാ ഉമിർത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, നബിയേ സൂറത്ത് ഹൂദിൽ നിന്നും അതിന്റെ സഹോദരിമാരായ സൂറകളിൽ നിന്നും അല്ലാഹുവിന്റെ ഏത് വചനം കേട്ടപ്പോഴാണ് അങ്ങേക്ക് നരബാധിച്ചത്, അങ്ങേ വിഷമിപ്പിച്ചത്, അങ്ങ് സങ്കടപ്പെട്ടത്, അങ്ങ് ഇത്രയ്ക്ക് ക്ഷീണിക്കാൻ കാരണം? ഖൗലുഹു തആല അല്ലാഹുവിന്റെ വാക്കാണ്, അല്ലാഹുവിന്റെ വചനമാണ്. ഫസ്തഖിം കമാ ഉമിർത. എങ്ങനെയാണോ നബിയെ നിങ്ങളോട് നേർവഴിയിൽ ജീവിക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ നേർവഴിയിൽ കൃത്യമായും ജീവിക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത. പറഞ്ഞ പോലെ നേർക്ക് പോകണം, പറഞ്ഞ പോലെ നേർക്ക് നേരെ ജീവിക്കണം എന്ന അല്ലാഹുവിന്റെ വചനം അത് താങ്ങാൻ കഴിഞ്ഞില്ല അബൂബക്കറേ. അത് ഓർത്തുകൊണ്ട് ഞാൻ വിഷമത്തിലാണ്. അല്ലാഹു പറഞ്ഞ പോലെ എന്നെ കൊണ്ട് സാധ്യമായിട്ടുണ്ടോ? ആരായി പറയുന്നത്? അഫ്ദലു റസൂലായ മുഹമ്മദ് മുസ്തഫ, സയ്യിദുൽ കൗനൈനിയായ മുഹമ്മദ് മുസ്തഫ വഫാത്താകുന്ന നേരത്ത് ഓരോരുത്തരും പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണെങ്കിൽ ഫിർറഫീഖിൽ അഅ്ലാ അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ. അല്ലാഹുവേ നിന്റെ ഉന്നതമായ സ്ഥാനത്തേക്ക്, നിന്റെ ഉന്നതമായ ചാരത്തേക്ക്, നിന്റെ ആ ഒരു കമ്പാനിയൻഷിപ്പ് എനിക്ക് തരണമേ എന്ന് പറഞ്ഞ ലോകത്തോട് വിട പറഞ്ഞ ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിഷമിച്ചു പോയിട്ടുണ്ട്. അല്ലാഹ് പറഞ്ഞ പോലെ തന്നെയാണോ ഞാൻ ജീവിക്കുന്നത്? ഫസ്തഖിം കമാ ഉമിർത്. പറഞ്ഞ പോലെ നേർക്ക് നേരെ ജീവിക്കണം. ഇസ്തഖിം സുമ്മ ഇസ്തഖാമു. അല്ലാഹുവാണ് രക്ഷിതാവെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ നേർവഴിയിൽ ജീവിക്കണേ എന്ന അല്ലാഹുവിന്റെ വാക്കുകൊണ്ടാണ് നബിതങ്ങൾക്ക് താടിരോമങ്ങൾ തലയിൽ നരബാധിച്ചതെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് തന്നെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ എന്തൊരു ആഹ്ദിലാണ്, നമ്മളിപ്പോ നേർവഴിയിൽ ഇങ്ങനെ പോയ സ്വർഗത്തിലെന്നൊക്കെ വിചാരം. അല്ലാഹു നമ്മളെ എത്തിച്ചു തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹു നമ്മെ വിജയിപ്പിച്ചു തരട്ടെ, അല്ലാഹു നമ്മെ സഹായിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ സ്നാനം കഴിഞ്ഞാൽ സമാധാനിച്ചിരിക്കുകയാണ്. അല്ലാഹു സ്വീകരിച്ചോ എന്നത് വിഷയമല്ല. റമദാൻ മുഴുവൻ നോമ്പ് നോറ്റി കഴിഞ്ഞ് പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. അത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് ചിന്ത വരുന്നില്ല. ഭയങ്കര ഡേഞ്ചറാണ്. അല്ലാഹു രക്ഷിതാവാണെന്ന് പറയുകയും നേർവഴിയിൽ ജീവിക്കുകയും ചെയ്തവർ അവർക്ക് മാലാഖമാർ ഇറങ്ങി വരും. സ്വഹാബത്തും പേടിച്ചു പോയ ഒരു രംഗമുണ്ട്. വഫാത്ത് മരണം ആസന്നമാകുന്ന നേരത്തെ എങ്ങനെയാണോ ലോകത്തോട് യാത്ര പറയുക? അമ്പിയാക്കന്മാർ അവരുടെ മക്കളോട് യാത്ര പറഞ്ഞത് വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമൻ യർഗബു അൻ മില്ലതി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ. إذ قال له ربه أسلم قال أسلمت لرب العالمين. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا
ونحن له مسلمون. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ ഞങ്ങൾക്ക് വേണ്ടെന്ന് വെക്കുന്നവർ ബുദ്ധിമോശം സംഭവിച്ചവരല്ലാതെ മറ്റാരാണ്? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, ഈ ലോകത്ത് പ്രവാചകൻ ഇബ്രാഹിം നബിയെ നാം തിരഞ്ഞെടുത്തിട്ടുണ്ട്. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, നാളെ പരലോകത്ത് ഇബ്രാഹിം നബി സതീർത്ഥനായ അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ടവരാണ്. ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, ഇബ്രാഹിം നബിയോട് എനിക്ക് വഴിപ്പെടണം എന്ന് പറഞ്ഞപ്പോഴേക്കും ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ലോക രക്ഷിതാവിന് വേണ്ടി ഞാനിതാ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. വവസ്വാ ബിഹാ ഇബ്രാഹിം ബനീ, ഇബ്രാഹിം നബി അവിടുത്തെ മക്കളോട് ഇത് പറഞ്ഞു കൊടുത്തു. യാഖൂബ് നബിയും പറഞ്ഞു, യാ ബനിയ, എന്റെ മക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, അല്ലാഹു നിങ്ങൾക്കൊരു മതം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ. ഇത് പ്രവാചകന്മാരുടെ മക്കളോട് പറഞ്ഞ ഉപദേശമാണ്. മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത്. മരണം വരെ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇസ്ലാം പഠിക്കാൻ ഒരുപാട് സമയമെടുക്കുന്നവരും, ചിലർക്ക് വളരെ പെട്ടെന്ന് കയറും, ചില ആളുകൾ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കും, ചില ആളുകൾ ഒരുപാട് സമയമെടുക്കും. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു 20 കൊല്ലം ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത് പിന്നീട് സ്വഹാബിയായ മഹാനായ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ ടെന്റിലേക്ക് അന്ന് വന്നില്ലേ? മക്ക ഫതഹിന്റെ സമയത്ത് നബിതങ്ങളുടെ ടെന്റിലേക്ക് വന്നപ്പോ നബിതങ്ങൾ ചോദിച്ചു, അബൂ സുഫിയാൻ, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ഇസ്ലാം സത്യമാണെന്ന്? പറഞ്ഞു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സംശയങ്ങളുണ്ട്. പറഞ്ഞു, നബിയെ, കഴുത്തിൽ നിന്ന് തലന്ന് പോയാൽ ഈ സംശയം പോകുന്നു. അങ്ങനെ പറയരുത്. ചില ആളുകൾക്ക് സത്യം മനസ്സിലാവാൻ ഒരുപാട് സമയമെടുക്കും. ചില ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ചില ആളുകൾ ഒരുപാട് കാലം അങ്ങനെയാണ്. പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളും ഒക്കെ അങ്ങനെയാണ്. ഒരുപാട് കാലം പ്രവർത്തിച്ച് പിന്നെ മനസ്സിലായത്, ഞാൻ ചെയ്തതൊക്കെ, ഞാൻ ഈ പ്രവർത്തിച്ചതൊക്കെ എന്തോ വേണ്ടാത്തതിനായിരുന്നു, ശരിയായില്ലല്ലോ. പിന്നീട് തെളിയും. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഞാൻ നിലനിൽക്കുന്നത് ശരിയല്ലല്ലോ. ഉൾക്കാഴ്ച ചിലർക്ക് പെട്ടെന്ന്, ചിലർക്ക് ഒരുപാട് സമയമെടുക്കും. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട്. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ എന്ന് യാഖൂബ് നബി അലൈഹിസ്സലാം മക്കളോട്. അം കുൻതും ശുഹദാ ഇദ് ഹദറ യഅഖൂബൽ മൗത്ത്, മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് മരണദൂതർ വന്ന നേരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നബിയേ? നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ. മലക്കുൽ മൗത്ത് വന്ന് ഇത് ഖാൽ, മലക്കുൽ മൗത്ത് മഹാനായ യാഖൂബ് നബിയുടെ മുമ്പിലേക്ക് വരുന്ന സമയം യാഖൂബ് നബി മക്കളോട് ചോദിച്ചു, മാ തഅബുദൂന മിൻ ബഅദി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? നിങ്ങളുടെ പടച്ചവൻ ആരാണ്? ഖാലൂ, അവർ പറഞ്ഞു, നഅബുദു ഇലാഹക, നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. വഇലാഹ ആബാഇക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ്, നിങ്ങളുടെ പ്രപിതാക്കന്മാർ ഇബ്രാഹിം നബിയുടെയും ഇസ്മാഈൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഇലാഹായ ആരാധ്യനായ അല്ലാഹുവിനെയാണ്. ഇലാഹൻ വാഹിദ, ഒരേ ഒരുത്തനെ, ഒരുപാട് ദൈവങ്ങളെയല്ല, ഒരുപാട് ആളുകളെ പൂജിക്കുകയല്ല, ഒരേ ഒരുത്തനെ മാത്രം ആരാധിക്കുന്നവരായിരിക്കും ഞങ്ങൾ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടുന്ന മുസ്ലിമീങ്ങളായിരിക്കുമെന്ന് യാഖൂബ് നബിയുടെ മക്കൾ മഹാനായ യാഖൂബ് നബിയോട് പറഞ്ഞ നേരം ഒന്ന് ഓർക്കുക നബിയേ. പാപ്പമാര് മക്കളോട് ഉപദേശിക്കേണ്ടത്, എന്റെ കാലശേഷം നിങ്ങളുടെ ദീൻ എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അല്ലാഹുവിനെ ഭയപ്പെടുമോ ഇല്ലയോ? ഇങ്ങനെ വാപ്പമാർ മക്കളോട് യാത്രാമൊഴി പറഞ്ഞു പോകുന്ന നേരത്ത്, ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ മക്കളോട് സംസാരിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്ഹാഖ് നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്മാഈൽ നബി പറഞ്ഞിട്ടുണ്ട്. യാഖൂബ് നബി അലൈഹിസ്സലാം മക്കളോട് അവസാനം യാത്ര പറഞ്ഞു പിരിയുന്ന നേരത്ത് നിങ്ങൾ ആരാധിക്കേണ്ടത് അല്ലാഹുവിനെയാണെന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തലുകൾ, തദ്കീർ.
ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹു ആണെന്ന് പറയുന്നവർ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുന്നവരാണ്. കലിമ ചൊല്ലി മരിക്കണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്റെ രക്ഷകനായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി വഴിപ്പെടാനർഹനായി മറ്റാരുമേ ഇല്ല എന്ന തൗഹീദിന്റെ വചനം ജീവിച്ചിരിക്കുന്ന കാലത്ത് ചൊല്ലി നോക്കാത്തവന് എങ്ങനെയാണ് മരണനേരത്തത് ചൊല്ലാൻ കഴിയുക? തഹ്ലീല് ദിവസേന ചൊല്ലി നോക്കാത്തവർക്ക് മരണമാസന്നമാകുന്ന നേരത്തത് ചൊല്ലാൻ കഴിയുമോ? يا رب قائلة يوما وقد تعبت أين الطريق إلى حمام منجابي. മഞ്ചാബിയുടെ കുളിപ്പുര എവിടെ എന്ന് ചോദിച്ച് ഒരു സുന്ദരിയായ പെണ്ണ് കടന്നു വന്നപ്പോ ഇത് തന്നെ